സോ ടൈം എഞ്ചിൻ, ടെൻഷനർ, ബാക്കി റിലേറ്റഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യണം. KTMs ചെയ്യുന്ന 2-3 പേരുണ്ട്. പിന്നെ ബജാജിന് ഒരാൾ, ഹീറോ ഒരാൾ. അതെങ്ങനെയാ ഒന്ന് ഒതുക്കിയാലേ പറ്റുള്ളൂ. ഹെഡ് കാര്യങ്ങളെല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. ഇതാണ് ആ സാധനം. 11,429 രൂപയുടെ വർക്കാണ് നമ്മുടെ 50,000 കിലോമീറ്ററിൻ്റെ സർവീസിന് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ KTM ഒരു 50,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈമിംഗ് ചെയിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ജനറലി ഒരു 40,000 to 50,000 കിലോമീറ്റർ ഇൻ്റർവെല്ലിൽ KTMസിൻ്റെ ടൈമിംഗ് ചെയിൻ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മുടെ ബൈക്കും ഓൾമോസ്റ്റ് ഒരു 50,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. സോ ടൈമിംഗ് ചെയിൻ, ടെൻഷനർ, ബാക്കി റിലേറ്റഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യണം. പ്ലസ് ജനറൽ സർവീസ് കൂടെ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇന്ന്. ഷോറൂമിലെ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം എവിടെ ഏറ്റവും ബെസ്റ്റ് സർവീസ് കിട്ടുമെന്നുള്ളൊരു അന്വേഷണത്തിലാണ് ആക്ച്വലി നമ്മൾ. അങ്ങനെ നമ്മുടെ കോട്ടയത്തുള്ള സ്റ്റോക്കേഴ്സ് ഗ്യാരേജിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരാമെന്നാണ് അവർ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇപ്രാവശ്യം അവിടെ തന്നെ സർവീസ് ചെയ്തേക്കാമെന്ന് വെച്ചു. ഏതായാലും അടിപൊളി ക്ലൈമറ്റ്, ചെറിയൊരു ക്ലൗഡ് ബെഡൊക്കെ കാണാം. നമ്മൾ കട്ടപ്പന, വാഗമൺ, ഈരാറ്റുപേട്ട റൂട്ടിലാണ് പോകുന്നത്. ഒന്നാമത് ഇങ്ങനെ കിടക്കുന്ന റോഡാണ്. ഇതിൻ്റെ ഇടയിൽ ഇവനെ ഓവർടേക്ക് ചെയ്യാൻ പോയാൽ പ്രശ്നമാവോ? അതെങ്ങനെയാ ഒന്ന് ഒതുക്കിയാലേ പറ്റുള്ളൂ. കൺട്രോൾ എന്ത് മനുഷ്യനായിരുന്നു. നമ്മൾ ഈരാറ്റുപേട്ട ക്രോസ് ചെയ്തിട്ടുണ്ട്. പാല. ഓക്കെ, നമ്മുടെ മെയിൻ ഏറ്റുമാനൂർ കോട്ടയം റോഡിൽ ചൂട്ടുവേലി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്, മംഗളത്തിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഈ വഴി കയറിയാൽ മതി സ്റ്റോക്കേഴ്സ് ഗ്യാരേജിലേക്ക്. ഈ ടേൺ എടുത്ത് നേരെ വരുന്ന പാലം ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ്. ചെറിയ വഴിയാണ്, കണ്ടതിൻ്റെ ഉള്ളിലല്ലെന്ന് തോന്നും, പക്ഷെ ഇതാണ് ബോർഡ് കാണാം. ഈ ലെഫ്റ്റ് എടുത്താൽ മതി, നേരെ വർക്ക്ഷോപ്പിലേക്കാണ്. ഒരു KTM സർവീസ് സെൻറ്റർ ഫംഗ്ഷൻ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ സ്റ്റോക്കേഴ്സ് ഗ്യാരേജിലും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് ജോബ് കാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരെ സർവീസിലേക്ക് കയറ്റി. ഇതിനെല്ലാം കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഷോറൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഓരോ വണ്ടികൾക്കും കറസ്പോണ്ടിങ് മെക്കാനിക്സ് ആണ്. അതായത് നമ്മുടെ KTMs ചെയ്യുന്ന 2-3 പേരുണ്ട്. പിന്നെ ബജാജിന് ഒരാൾ, ഹീറോ ഒരാൾ. അങ്ങനെ മെക്കാനിക്സ് ബ്രാൻഡ് വൈസ് നിൽക്കുകയാണ്. അപ്പം അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ എക്സ്പെർട്ടൈസ് സർവീസാണ് കിട്ടുന്നത്. പിന്നെ ഡെഡിക്കേറ്റ്ലി ഒരു എൻജിൻ റൂം കാര്യങ്ങളുണ്ട്. മിക്കവാറും ഇവിടെ യാർഡിൽ കിടക്കുന്ന വണ്ടികൾക്ക് എല്ലാം തന്നെ എൻജിൻ ഇല്ലാതാണ്. എൻജിൻ വർക്കുകൾ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നതാണ്. അതിൻ്റെ നേരെ എൻജിൻ ഡിസ്മാൻറ്റിൽ ചെയ്യുന്നു, റൂമിലേക്ക് കയറ്റുന്നു, സർവീസ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, അസംബിൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതവിടെ നിൽക്കുമ്പോൾ കാണാം. തെങ്ങിൽ പോലും ഒരു ലിവറിൻ്റെ പാർട്സ് ഇരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ബൈക്കുകളാണ്. ഭൂരിഭാഗവും KTM ആണ്. പിന്നെ ബജാജ്, യമഹ ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിലൊരു ബൈക്കിംഗ് ആംബിയൻസ് ആണ് ഇവിടെ. നമ്മുടെ വണ്ടി ഏതായാലും ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ നമ്മുടെ മെക്കാനിക്കിൻ്റെ കൂടെ ഇങ്ങനെ തൊട്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല, പക്ഷേ എന്താ ചെയ്യുന്നതെന്നുള്ള അറിയാനുള്ളൊരു ടെൻഡൻസിയിൽ ഹെഡ് കാര്യങ്ങളെല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആൾ ടൈം എഞ്ചിൻ ഊരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. നമ്മുടെ ടൈമിംഗ് ചെയിൻ ഏതായാലും വലിയ ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ചെറിയ ഡാമേജ് ഉണ്ട്. ഇപ്പോൾ ആൾ കാണിച്ചു തരുന്ന പോലെ ഈ ടൈമിംഗ് ചെയിനിൽ ചെറിയ ഒടിവുകളുണ്ടെങ്കിൽ ടൈമിംഗ് ചെയിൻ റീപ്ലേസ് ചെയ്യാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ആ സാധനം. ഇപ്പോൾ നമ്മൾ അവിടെ സ്പോട്ടിൽ നിന്നപ്പോൾ ഒരു 390 ഒക്കെ ടൈമിംഗ് ചെയിൻ അഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഒടിഞ്ഞാണ് ഇരിക്കുന്നത്. ചൂട് കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ നമ്മൾ കസ്റ്റമർ ലോഞ്ചിലിരുന്ന് നമ്മുടെ വണ്ടി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ്. നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. ടൈം പക്ഷേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഫസ്റ്റ് വന്ന വണ്ടിയാണ്, പക്ഷേ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയായി, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരം കഴിഞ്ഞു. നമ്മുടെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് വണ്ടികളിൽ ചെയ്യുന്ന പോലെയല്ല, ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യാതെ ഒരു പ്രത്യേക ലിക്വിഡ് നമ്മുടെ എയർ ബോക്സിൽ കൂടെ എഞ്ചിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ത്രോട്ടിൽ ചെയ്ത് ആ ലിക്വിഡ് സിലിണ്ടറിൻ്റെ അകത്ത് വെച്ച് കത്തിച്ച് വ്യാപകമായിട്ട് സ്മോക്ക് പുറത്തുള്ളൂ. ആ സ്മോക്കിൻ്റെ കൂടെ ത്രോട്ടിൽ ബോഡിയിലുള്ള അഴുക്കുകളും പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. KTMൻ്റെ സർവീസ് സെൻറ്ററിൽ തന്നെ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിൽ നമ്മുടെ ഗ്യാരേജിലും കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്തായാലും സമയം 6:34 വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബില്ലിന് ഇത്ര താമസമുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പണി കഴിഞ്ഞു,
1 മണിക്കൂറായി. തിരക്കാണതാണ് വിഷയം. സബാഷ്. രാവിലെ 8 മണിക്ക് വന്ന ഞാൻ വൈകുന്നേരം 7:44 തിരിച്ചു പോവുകയാണ്. നല്ല തിരക്കുള്ളതുകൊണ്ടാണ്, അത്യാവശ്യം നല്ല ഡിലേ ഉണ്ട്, പക്ഷെ വർക്ക് കാര്യങ്ങളൊക്കെ പക്കയാണ്. നമ്മുടെ കോട്ടയത്ത് ലിറ്ററിന് 105 രൂപ 84 പൈസ. ഇത് ഇവിടുന്ന് പോകും. ഒരു 500 രൂപയ്ക്ക് അടിക്കാം. 500. ത്രോട്ടിൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നേ. അതൊരു ലിക്വിഡ് വെച്ചാൽ ഇവർ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുമല്ല, ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യുക. അന്നേരം കുറേ പുക വന്നായിരുന്നു, പോയതായിരുന്നു. ഇപ്പോൾ ഇത്രയും പുക വരുന്നത്. അപ്പം നമ്മുടെ വണ്ടിയിൽ ചെയ്ത വർക്കുകളെന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, അതിൽ ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, ഫ്യൂൽ ഫിൽട്ടർ, പ്ലഗ്, പിന്നെ നമ്മുടെ എൻജിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ഹാങ്ങർ ചെറിയ പൊട്ടലുണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലെ ഹോൾഡർ സ്റ്റെപ്പ് മാറി, ഹെഡ്ലൈറ്റ് ബൾബ് ചേഞ്ച് ചെയ്തു. പിന്നെ ടെൻഷനർ അസംബ്ലി, ടൈമിംഗ് ചെയിന്, പിന്നെ നമ്മുടെ ക്ലച്ച് ലിവർ, ക്ലച്ച് കേബിൾ, പിന്നെ നമ്മുടെ അണ്ടർബെല്ലി. നമ്മൾ ഓൾറെഡി RC390 അണ്ടർബെല്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫൈബർ പാർട്ട് പെയിൻറ്റഡ് ആണ് നമ്മൾ ചെയ്തത്. KTMൻ്റെ സ്പെയർ ആണെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണ്. അത് ഇപ്പം ഇൻ കേസ് തട്ടിയെന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് വീഴത്തേ ഉള്ളൂ. ഫൈബർ പാർട്സിൽ അതുപോലെയല്ല. അണ്ടർബെല്ലിയൊക്കെ വെക്കുമ്പോൾ അടി തട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ തട്ടി കഴിഞ്ഞാൽ പെയിൻറ്റ് പൊളിഞ്ഞിളകി പോകും. സോ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഒറിജിനൽ RC390 അണ്ടർബെല്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ബോഡി ക്ലീനിങ്, ബാക്കി ലേബർ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് ആയിരിക്കുന്നത് 11,429, 11,429 രൂപയുടെ വർക്കാണ് നമ്മുടെ 50,000 കിലോമീറ്ററിൻ്റെ സർവീസിന് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വണ്ടി പക്കയായിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഓക്കെ, ബൈ. അതിൻ്റെ ഇടയിൽ കുറേ എണ്ണം ഡിമ്മടിക്കാതെ വരുന്നത്. ഈ ഇത്രയും ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ, ഇത്രയും വെളിച്ചമുള്ള റോഡിൽ കൂടെ ഒരു കാര്യമില്ല, ബ്രൈറ്റ് ഇട്ട് അടുത്തവൻ്റെ കണ്ണടിച്ച് പൊളിക്കാമെന്നൊരു ഉദ്ദേശത്തിലാണ്